ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനും കൽക്കി രാമായണം ടർബോ ഇന്ത്യൻ ടു പറയുമ്പോ എല്ലാം പറയുന്നു. അതായത് ടർബോനെ കുറിച്ചും ഇന്ത്യൻ ടൂനെ കുറിച്ചും കുറച്ചേ പറയാനുള്ളൂ. അത് ലാസ്റ്റ് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് കൽക്കിയെ കുറിച്ച് പറയാനുണ്ട്. തീർച്ചയായിട്ടും കുറച്ചധികം പറയാനുണ്ട്. കൽക്കി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂൺ 27 സിനിമ റിലീസിനെത്തുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റർ ഇവർ പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്ററിൽ 3 പേരുണ്ട്. അതായത് നമ്മുടെ നടൻ പ്രഭാസ്, നടി ദീപിക പദുക്കോൺ, വില്ലൻ അമിതാഭ് ബച്ചൻ. വില്ലനാണോ? വില്ലനല്ലല്ലോ. അല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. വില്ലനല്ല, വില്ലൻ കമൽഹാസൻ അല്ലേ? വില്ലൻ കമൽഹാസനും അല്ല, കമൽഹാസന്റെ പ്രഭാസ് തന്നെയാണ്. ശരിയാണല്ലോ, പ്രഭാസ് തന്നെയാണ് വില്ലനായിട്ട് വരുന്നത്. അതായത് ഒരാള് നല്ലതും ഒരാള് കെട്ടതും. അതെ, എന്തായാലും അശുദ്ധാത്മ ആയിട്ട് നമ്മുടെ അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്നു. അതിൻ്റെ ഒരു ക്യാരക്ടർ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര സാധനമായിരുന്നു. അതിന് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയതാണ്, റിയാക്ഷൻ ചെയ്യാഞ്ഞിട്ടല്ല. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ടായിരുന്നു അതിന്റെ ഇത് റിയാക്ഷൻ ചെയ്യുന്നത്. കോപ്പിറൈറ്റ് കിട്ടിയിട്ട് പോയതാ. എല്ലാവർക്കും സംഭവിക്കുന്നില്ല. അതെ, അത് ചിലർക്ക് നമ്മുടെ ചാനലിൽ കുറേ റിയാക്ഷൻ വീഡിയോ നടക്കുന്നുണ്ടല്ലോ, അത് ചിലരുടെ വീഡിയോ പോകുന്നുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാത്തത് ചിലർക്ക് അവിടെ കിട്ടുന്നുണ്ട്, അവിടെ കിട്ടാത്തത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അതെ, എന്താണെങ്കിലും പോസ്റ്ററിലേക്ക് വരാം. പോസ്റ്റർ ഒരു രക്ഷയില്ല കേട്ടോ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഐറ്റം. ഇവരെന്തൊക്കെ പുറത്തുവിട്ടുണ്ടോ എല്ലാം ക്വാളിറ്റി ലൈറ്റാണ്. ആകെ പാളിപ്പോയത് ഫാസ്റ്റ് ലുക്ക് എല്ലാം പറഞ്ഞു. ഞാനത് പറയാൻ വരുന്നത്, ഞാൻ നോക്കിയിരുന്നതാ. ഇതെല്ലാം ക്വാളിറ്റിയോ. ഫാസ്റ്റ് ലുക്ക് മാറ്റിയതാ. അതെ, ഫസ്റ്റ് ലുക്ക് അതിന്റെ കളറിങ്ങേ ഒന്ന് പാളിപ്പോയി. അത് തല കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചതുപോലെയായിരുന്നു ഫീൽ ചെയ്തത്. പക്ഷെ അത് അതിന്റെ കളർ ഗ്രേഡ് മാറ്റിയിട്ട് പോലും പുറത്തു വിട്ടു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഗംഭീര സാധനം. ഇതിൽ ഇവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നിൽക്കുന്ന നൃത്തമാണെങ്കിലും നോട്ടം കൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളി ഒരു സാധനം. എനിക്ക് പ്രഭാസിന്റെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സൂപ്പർ കോസ്റ്റ്യൂം. എനിക്ക് ദീപിക പദുക്കോണിനെ കണ്ടിട്ടേ കല്യാണി പ്രദർശന്റെ പോലെ തോന്നുന്നു. ആന്റണിയിൽ നിന്ന പോലെ ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന നൃത്തമുണ്ടല്ലോ ആ സാധനം. പിന്നെ ബോഡി ലാംഗ്വേജും ഒക്കെ എല്ലാം അതേപോലെ. അതൊരു സത്യം കേട്ടോ. ദീപികയായിട്ടല്ല തോന്നുന്നത്, കല്യാണിയായിട്ട് തോന്നുന്നു. എന്താണെങ്കിലും അധികം കാത്തിരിക്കേണ്ട. ജൂൺ 27 റിലീസിനെത്താണ് വേൾഡ് വൈഡ്. എന്തായാലും സൂപ്പർ പോസ്റ്ററാണ്. 3 പേരുടെ ലുക്കും കോസ്റ്റ്യൂമും പിന്നെ പോസ്റ്ററിന്റെ എല്ലാം, അതായത് ക്വാളിറ്റി. പിന്നെ ഒരുപാട് പേര് വീണടക്കുന്നുണ്ട് താഴെ. സ്വാഭാവികം. പല സംഭവബഹുലമായ സീനുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. എന്തായാലും യുദ്ധഭൂമിയിലാണല്ലോ. പോസ്റ്റർ ഏതാണ്ട് ഡ്യൂണില്ലേ, സെയിം അതിന്റെ പോസ്റ്റർ പോലെ ഉണ്ട് ഏകദേശം കേട്ടോ. പക്കാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏതാണ്ട് അതുപോലെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അശുദ്ധാത്മ ആളുടെ ക്യാരക്ടർ പോസ്റ്റർ എടുക്കാം. ഇത് ഫാൻമെയ്ഡാണ്, വീഡിയോയിൽ നിന്ന് എടുത്തതാണ് സംഭവം, കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. സംഭവം ഈ ലുക്ക് ഒരു 1.5 ലുക്കായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറച്ച് സെക്കൻഡുകളിൽ കാണിക്കുന്നുള്ളൂ. ഞെട്ടിപ്പോയായിരുന്നു ആ ലുക്ക് കണ്ടിട്ട്. പണ്ടത്തെ അമിതാഭ് ബച്ചൻ. അതെ, അതായത് ഷാബൊക്കെ ഏറ്റുവാങ്ങുന്നതിന് മുൻപുള്ള ആളുടെ ലുക്കാണിത് അശുദ്ധാത്മാവിന്റെ. ഇതൊരു കിടിലൻ സാധനം കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റേ 3-ാം കണ്ണൊക്കെ തുറന്നിട്ട് ആ ഒരു ഗംഭീരമായിട്ട സാധനമാണ്. ഇത് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും അല്ലേ? എന്തല്ലേ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം. നാഗശ്വിൻ, അതൊരു സത്യം. പേര് ഡയറക്ടറുടെ പേര് പോലെ ഇരിക്കും പടം എന്ന് പറയില്ലേ. മാറ്റം കണ്ടില്ലേ? വേറെ ലെവല് സാധനം കേട്ടോ. ആദിവർഷി കാട്ടി കണ്ടില്ലേ? അത് ഓം, ഇത് നാഗശ്വിൻ. മാറ്റമുണ്ടല്ലോ. എന്തായാലും ആളുടെ ഒറ്റക്കുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയിട്ടുള്ളത് സംഭവം കണ്ടില്ലേ? ഒരു പ്രൗഢി ഉണ്ടല്ലേ, രാജകീയ ഒരു എന്താ പറയാ, ഒരു സൂപ്പർ ഹീറോ പരിവേഷം പക്കയായിട്ട് വരുന്നുണ്ട്. ആ ഒരു കോസ്റ്റ്യൂമിലാണെങ്കിലും എല്ലാത്തിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി എടുക്കേണ്ടത് രാമായണ ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റിൽസ്. എന്താ ഇങ്ങനെ കളിയാ? ഇങ്ങനെ എന്താ കുഴപ്പം? അതിന് ഒട്ടും ശരിയല്ല, അത് ഒട്ടും ശരിയല്ല. സത്യമായിട്ടോ. ഇതെന്താ ഇങ്ങനെ? ഇത് ഫസ്റ്റ് എന്തിനാകാൻ പോയത് ചോദിച്ചില്ലേ? അതേപോലെ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ചരിത്രം അറിയാണ്ട് മാറിപ്പോയോന്നൊരു സംശയമുണ്ട്. ഇതിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ ഒരു
ബോളിവുഡ് ചിത്രമാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത് രാമായണമാണെന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് കണ്ടു. എന്നിട്ടത് പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് ഏത് സിനിമയുടെ ലൊക്കേഷൻ ആയിരിക്കാം? ഈ ലുക്ക് കണ്ടിട്ട് നമ്മൾ ഏത് സിനിമയെ പറയാം? നമ്മൾ പറയുകയാണെങ്കിൽ മറ്റേ ഈ മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ സിനിമകൾ വരില്ലേ, അതായത് ഷാജഹാനും ബീബി നിൽക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരില്ലേ, അങ്ങനത്തെ കോസ്റ്റ്യൂം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സാധനം. മേ ബി ഈ സാധനം ഏതെങ്കിലും സോങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ വന്നേക്കുന്ന സംഭവങ്ങളായിരിക്കാം കേട്ടോ. കുറച്ച് സംഭവങ്ങളായിരിക്കാം. പക്ഷെ ഈ ഒരു ലുക്കിൽ നമ്മൾ ഇത് കണ്ടപ്പോ ആദ്യമൊക്കെ പോട്ടെ, ഇത് കണ്ടപ്പോ ആദ്യം ആലോചിച്ചത് എങ്ങോട്ടാന്നറിയോ? മറ്റേ യശ് രാവണനായിട്ട് വരുന്നുണ്ടല്ലോ, അത് ഏതായിരിക്കും എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. ഇത്രയും ഇത് സ്ഥിരം അല്ലെങ്കിൽ ഈ സിനിമയിൽ മുഴുവൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലാണെങ്കിൽ ഇത് സോങ്ങിന്റെ തന്നെയാണ് കേട്ടോ. എന്തിനിങ്ങനെ ആക്കുന്നല്ലേ? അല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്ക്. അത് കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്തുള്ള സോങ്ങിന്റെ കാര്യങ്ങളായതുകൊണ്ടാണ് ആ കൊട്ടാര സെറ്റപ്പ്. എങ്കിലും ഇത് മുഗൾ ചക്രവർത്തിമാരുടെ ആ ഒരു ഡിസൈൻ അല്ലേ ഇതിൽ വരുന്നത്. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലാതെ ഇപ്പം ഇത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും. പക്ഷെ പണ്ട് മുതൽ എത്ര സംഭവം ചെയ്യുന്നു, സീരിയലിൽ പോലും എത്ര നന്നായി ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, ബോളിവുഡാ കൈ വിട്ട് കളിക്കല്ലേ. എന്തായാലും സ്റ്റിൽസ് ഇതാണ്, രാമനും സീതയും ഈ കോസ്റ്റ്യൂമിൽ വരുന്നു. സംഭവം രസമുണ്ട്. പക്ഷേ ഇത് തീരെ ശരിയല്ല. എനിക്ക് ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലാതെ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ ഇതിലുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം എന്താ പറയുക, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ. അത് ബോളിവുഡ് ചാനലിലൊക്കെ പല ചാനലിലും വന്നു ട്രോള് വരുന്നുണ്ട്. ലുക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതും കിട്ടുന്ന ഇതും. ആദിപുരുഷില് യേശുക്രിസ്തുവിന്റെ ലുക്കിൽ വന്നില്ലേ, വെള്ളയൊക്കെ ഇട്ടിട്ട്, അത് ആകെ ഒരു ഷോട്ടുള്ളൂ. ശരിയാണ്. ഇതും സോങ്ങിലാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഷോട്ട് നല്ല രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ മോശമായി വരില്ലേ? അതും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൺഫ്യൂഷൻ ആക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും രാവണനായിട്ട് വരുന്നതാരാ? യശ് എന്തായാലും ലോക്കൽ പരിപാടിയൊക്കെയല്ല, കാരണം ആള് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതെ, ആളിതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ കോ പ്രൊഡ്യൂസറിൽ ഒരാളാണ്. അതെ, അപ്പൊ എന്താണെങ്കിലും പറ്റ ലോക്കൽ ആകൂല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. യെസ്. ഇനി പറയാനുള്ളത് ജൂണിലെ റിലീസ് ക്ലാഷുകളാണ് കേട്ടോ. ഇതെന്താ ഇതുണ്ടോ ഒരു സംഭവം അതിലുണ്ട്, അത് പറയാം. എന്തായാലും ജൂൺ 27 നമ്മുടെ കൽക്കി റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂണിൽ മറ്റൊരു സിനിമ ഉണ്ട്, ഇന്ത്യൻ 2, കമൽഹാസന്റെ 2 ചിത്രമാണ് അപ്പോൾ ജൂണിൽ വരാൻ പോകുന്നത്. അതൊരു സത്യതേ. കമൽഹാസന്റെ 2 സിനിമ, അതായത് കൽക്കിയിലുണ്ട് ആള്, പിന്നെ ആൾ തന്നെയാണല്ലോ. എന്തായാലും അതൊരു വലിയ സംഭവമായി. ഇതിന്റെ കൂടെ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അതായത് ജൂൺ 27 കൽക്കിയെങ്കിൽ അതിന്റെ കൂടെ ഇന്ത്യൻ 2 റിലീസിനെത്തൂല, അതിന് മുൻപേ എത്തും. ഏകദേശം ഇതിന്റെ ഒപ്പമായിരിക്കും. ടർബോന്റെ 14 സാധ്യത. അതായത് റൂമേഴ്സ് പ്രകാരം ജൂൺ 14 പറയുന്നത്. ഒഫീഷ്യലി വന്നിട്ടില്ല കേട്ടോ. ഒഫീഷ്യലി വന്നത് ടർബോന്റെ മാത്രമേ ഉള്ളൂ, ജൂൺ 13. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും വമ്പൻ ക്ലാഷായി. ജൂണിലപ്പോ മെയ് പോലെ തന്നെ ജൂണിലും ലോൺ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള വല്ല വഴി ഉണ്ടായാൽ മതിയായിരുന്നു. എടുത്താൽ മാത്രം പോരല്ലോ, ഇത് കൊടുക്കും വേണ്ടേ. അതെ. എന്തായാലും നമുക്ക് രാമായണത്തിലേക്ക് തിരിച്ചു വരാം. രാമായണ സിനിമ ഒരു ചെറിയ സിനിമയല്ല, അതായത് 500 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. പിന്നെ അതിലെ കാസ്റ്റിംഗ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും, അമ്മാതിരി കാസ്റ്റിംഗ് ആണ്. നമ്മുടെ രാവനായിട്ട് രൺബീർ കപൂർ, ഓക്കെ, സീതയായിട്ട് നമ്മുടെ സായ് പല്ലവി, ഇതൊക്കെ ആൾറെഡി ചിലയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ലുക്ക് കണ്ട് ട്രോളിയവരോട് പറയാണ്, ഈ ലുക്ക് കണ്ട് ജസ്റ്റ് ട്രോളാൻ നിൽക്കണ്ട, പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു പേടി വരുമെങ്കിലും ഇത് സാധാരണ സിനിമ അല്ല കേട്ടോ. പിന്നെ സ്വാഭാവികം ചെറിയൊരു പേടി വരും. എന്തായാലും ഹനുമാനായിട്ട് വരുന്നത് സണ്ണി ഡിയോളാണ്. പിന്നെ കുംഭകർണനായിട്ട് വരുന്നത് ബോബി ഡിയോളാണ്. പിന്നെ വിഭീഷണനായിട്ട് നമ്മുടെ വിജയ് സേതുപതി വരും. രാവണനായിട്ട് നമ്മുടെ യശ് വരും. ലക്ഷ്മണനായിട്ട് രവി ദുബെ. നമ്മുടെ ചെന്നൈ പ്ലെയർ അല്ലേ, അവർക്ക് അഭിനയിക്കാനൊക്കെ വേണ്ടോന്ന്. പിന്നെ ദശരഥനായിട്ട് അരുൺ ഗോവിൽ.
ഇവരൊക്കെയാണ് വരുന്നത്. പിന്നെ ലാറാദത്തയുണ്ട്. കാസ്റ്റിങ്ങിന്റെ ഒരു ഇത് ഭീകര സാധനം കേട്ടോ കാസ്റ്റിംഗ്. സ്ത്രീ കഥാപാത്രങ്ങൾ വലിയ 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 കഥാപാത്രങ്ങളുണ്ട്. എന്താണെങ്കിലും വൻ ഇതിൽ വരാൻ പോകുന്ന സിനിമയാണ്. പക്ഷെ ഈ ലുക്ക് കണ്ടപ്പോൾ ഒരു ടെൻഷൻ തോന്നി. അത് സ്വാഭാവികം മാത്രം. ചിലപ്പോ ജസ്റ്റ് പാട്ടിൻ്റെ ഇടയ്ക്ക് ഇനിയും കോസ്റ്റ്യൂം മാറുന്നുണ്ടാവും. ഇതാ ഏതെങ്കിലും ഒരു സീനിൻ്റെ ഇടയ്ക്ക് എടുത്ത ഫോട്ടോസ് ആണല്ലോ, അല്ലാണ്ട് വളരെ മോശമെന്നൊന്നല്ല കേട്ടോ പറയണത്. പക്ഷെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് മാത്രം, ടെൻഷൻ. അതെ. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ, സിനിമ വരട്ടെ. പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.